നമസ്കാരം. മുൻകരുതൽ മുഖ്യം. പരിമിതിയുടെ പേരിൽ കെടുകാര്യസ്ഥതയെ ന്യായീകരിക്കാനാവില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുന്നതാണ് പ്രധാനമായും പല ദുരന്തങ്ങൾക്കും വഴിയൊരുക്കുന്നത്. ആമയിഴഞ്ചാനിൽ കഴിഞ്ഞ ദിവസം നാം അത് കണ്ടു. സംസ്ഥാനത്ത് ഉടനീളം ഈ ദിവസങ്ങളിലുണ്ടായ പല അപകടങ്ങളുടെയും പിന്നിൽ കെടുകാര്യസ്ഥതയും വകുപ്പുകൾ തമ്മിലും വിവിധ ഭരണ സംവിധാനങ്ങൾ തമ്മിലുമൊക്കെയുള്ള അനാവശ്യ തർക്കങ്ങളും കാണാനാവും. മഴക്കെടുതി മൂലം ഈ ദിവസങ്ങളിൽ കേരളത്തിൽ നിരവധി ജീവൻ നഷ്ടമായി. ഇതോടൊപ്പം പകർച്ചവ്യാധികളുടെ വ്യാപനവും വർദ്ധിച്ചു വരുന്നു. മലമ്പനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആരോഗ്യ കേരളത്തെക്കുറിച്ചുള്ള വലിയ അവകാശവാദങ്ങൾക്കിടയിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എല്ലായിടത്തും ദൃശ്യമാണ്. മഴക്കാലത്ത് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എല്ലാവർക്കും അറിയാം. അത് മനസ്സിലാക്കി മുൻകരുതലുകൾ എടുക്കുന്നതാണ് ആഘാതം പരമാവധി ഒഴിവാക്കാനുള്ള പ്രധാന മാർഗം. വഴിയോരത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരം പേരൂർക്കടയിൽ ഇന്നലെ കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് യുവതി മരിച്ചു. ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ ഏത് സമയവും ഒടിഞ്ഞു വീഴാവുന്ന നിലയിൽ എത്രയോ മരങ്ങളാണ് ഇപ്പോഴുമുള്ളത്. മോർക്കുളങ്ങര ഭാഗത്ത് കഴിഞ്ഞ മാസം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത് തടയാൻ നാം എന്താണ് ചെയ്യുന്നത്? വന്യജീവി ആക്രമണത്തിൽ സുൽത്താൻ ബത്തേരിയിലെ കല്ലൂരിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. വീട്ടിലേക്ക് വരുന്ന വഴി കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജുവാണ് മരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാജുവും ഭാര്യയും. 5 വർഷം മുമ്പുണ്ടായ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ രാജുവിന്റെ അടുത്ത ബന്ധുവും ഇപ്പോഴും തളർന്നു കിടക്കുകയാണ്. ആദിവാസി സമൂഹവും സാധാരണക്കാരായ കർഷകരുമൊക്കെ ജീവിക്കുന്ന മേഖലകളിലാണ് വന്യജീവി ശല്യം രൂക്ഷമായുള്ളത്. ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടാകുമ്പോൾ മാത്രം സംഭവം ചർച്ചയാകും. കുറെ കഴിയുമ്പോൾ എല്ലാം പഴയപടിയാവും. വയനാട്ടിൽ നിന്നുള്ള മന്ത്രി കേളുവിനോട് ഇന്നലെ കല്ലൂരിൽ ജനം രൂക്ഷമായി പ്രതിഷേധിച്ചു. സർവകക്ഷി യോഗം ചേർന്ന പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞാണ് മന്ത്രി തൽക്കാലം തലയൂരിയത്. വന്യജീവികൾക്കുണ്ടാകുന്ന അപകടത്തോട് പോലും കരുണയോടെ പ്രതികരിക്കുന്നവർ മനുഷ്യരെ വന്യജീവി ആക്രമിക്കുന്നതിനെ കുറിച്ച് മൗനം അവലംബിക്കുന്നു. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവം വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നതിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നാട്ടുകാർ നടന്നു പോകുന്ന വഴികളിൽ ആനയും കടുവയും വിഹരിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതല്ലേ സർക്കാരും വനം വകുപ്പും ശ്രദ്ധിക്കേണ്ടത്? ഏതായാലും സംസ്ഥാനത്തെ വിവിധ വന്യജീവി കേന്ദ്രങ്ങളിലെ കാട്ടാനകളുടെ കണക്ക് വനം മന്ത്രി ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് സംസ്ഥാനത്ത് 1793 കാട്ടാനകളാണത്രേ ഉള്ളത്. കഴിഞ്ഞ വർഷം കണക്കെടുത്തപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 127 എണ്ണം കുറവുണ്ട്. പെരിയാർ മേഖലയിലാണ് കേരളത്തിലെ കാട്ടാനകളിൽ പകുതിയോളവും. കേരളത്തിലെ റോഡുകളുടെ നിർമ്മാണവും പൈപ്പിടാനുള്ള വെട്ടിപ്പൊളിക്കലിനെയും കുറിച്ച് സിയാലിന്റെ മുൻ MD-യും ഉന്നത IAS ഉദ്യോഗസ്ഥനുമായിരുന്ന VJ കുര്യൻ ഈയിടെ ഒരു നവമാധ്യമ പരിപാടിയിൽ വിശദീകരിച്ചിരുന്നു. നമ്മുടെ പല വികസന പ്രവർത്തനങ്ങളുടെയും കെടുകാര്യസ്ഥതയും ചിട്ടയില്ലായ്മയുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാനായത്. റോഡ് നന്നാക്കിയതിന്റെ തൊട്ടു പിന്നാലെ അത് വെട്ടിപ്പൊളിക്കുന്നത് നമ്മുടെ നാട്ടിലല്ലാതെ എവിടെയാണ് നടക്കുക? ജലനിധിക്ക് വേണ്ടിയുള്ള പൈപ്പിടലും വഴി കുഴിക്കലും വലിയ പരാതിക്കിടയാക്കി. ഇതേക്കുറിച്ചുള്ള പ്രതിഷേധവും സമരവും തുടരുകയാണ്. റോഡുകളുടെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള പരാതികളും ഏറെ. ഇതിനിടെ ചില തട്ടിക്കൂട്ട് പണികൾ അവിടെ ഇവിടെയുമൊക്കെ നടക്കുന്നു. ചങ്ങനാശ്ശേരി കവിയൂർ റോഡിൽ കഴിഞ്ഞ ദിവസം നടത്തിയ അറ്റകുറ്റപ്പണി അധികം വൈകാതെ വെള്ളത്തിൽ ഒഴുകിപ്പോയി. പെട്ടെന്നുള്ള കനത്ത മഴയാണ് ഇപ്പോഴത്തെ പ്രത്യേകത. തുള്ളിക്കൊരു കുടം എന്ന പോലെ റോഡുകൾ തകരുന്നതിനൊപ്പം പെട്ടെന്നുള്ള വെള്ളക്കെട്ടുകളും ഇതിന്റെ പ്രത്യേകതയാണ്. പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പാച്ചിലിൽ വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു. ചിറ്റൂർ പുഴയിൽ കുളിക്കാനും വസ്ത്രം കഴുകാനും ഇറങ്ങിയ 4 പേർ കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ പെട്ടെങ്കിലും അഗ്നിശമന സേന പണിപ്പെട്ട് അവരെ രക്ഷപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അട്ടപ്പാടി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി പ്രദേശങ്ങളിലേക്ക് 21 വരെ വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 6 വരെ പൊതുഗതാഗതം നിരോധിച്ചു. രാത്രിയാത്രാ നിരോധനവും നിലവിലുണ്ട്. ശക്തമായ മഴ രേഖപ്പെടുത്തിയ കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. വാഗമൺ റോഡിലും രാത്രിയാത്രയ്ക്ക് നിരോധനമുണ്ട്. ഇക്കാര്യങ്ങൾ അറിയാതെയും അറിഞ്ഞിട്ടും വകവയ്ക്കാതെയും അപകടത്തിലേക്ക് എടുത്തു ചാടാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. ആശങ്കപ്പെടേണ്ട കാര്യങ്ങളിൽ ജാഗ്രത മാത്രമല്ല, സമയോചിതമായ ഇടപെടലുകളും ആവശ്യമാണ്. നമസ്കാരം.